തകിടിയിൽ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സർവ്വജഗത്രയങ്ങളുടെയും സംരക്ഷകനായ ശ്രീ മഹാവിഷ്ണുവിൻ്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന തുരുത്തുശ്ശേരി മുകുന്ദപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ കീഴേടമായ സ്വയംഭുവായ ശാന്തസ്വരൂപിണി ദേവി ഭഗവതി കുടികൊള്ളുന്ന ശ്രീ കുമരം ചിറങ്ങര ഭഗവതി ക്ഷേത്രത്തിൻ്റെയും വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. എറണാകുളം ജില്ലയിലെ ലോക പ്രശസ്തി ആർജിച്ച നെടുമ്പാശ്ശേരി കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിനടുത്തുള്ള ശാന്തസുന്ദരമായ തുരുത്തുശ്ശേരി എന്ന കൊച്ചു ഗ്രാമത്തിലാണ് സർവ്വജഗത്രയങ്ങൾക്കും നാഥനായ ശ്രീ മഹാവിഷ്ണു ചൈതന്യം തുളുമ്പുന്ന മുകുന്ദപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിന് ഏകദേശം 150-ലേറെ വർഷം പഴക്കമുള്ളതായി പറയപ്പെടുന്നു. മുകുന്ദപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ സമീപം തന്നെ സ്വയംഭുവായ ശാന്തസ്വരൂപിണിയായ ദേവി ഭഗവതിയുടെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ശ്രീ കുമരം ചിറങ്ങര ഭഗവതി ക്ഷേത്രവും നമുക്കിവിടെ കാണാൻ കഴിയും. ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്ന ഭക്തർ ആദ്യം ഒറ്റപ്പീഠത്തിലിരിക്കുന്ന സ്വയംഭൂവായ ശാന്തസ്വരൂപിണിയായ ദേവി ഭഗവതിയും ശാസ്താവും ദുർഗാദേവിയും ദേവാദിദേവൻ മഹാദേവൻ ശിവഭഗവാനും കുടികൊള്ളുന്ന ശ്രീ കുമരം ചിറങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ തൊഴുതു പ്രാർത്ഥിച്ച് ദർശനം നടത്തി അനുഗ്രഹം വാങ്ങിയതിനു ശേഷമാണ് സർവ്വജഗത്രയങ്ങൾക്കും നാഥനായ മുകുന്ദപുരത്തപ്പൻ വാണരുളുന്ന മുകുന്ദപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടത് എന്നാണ് വിശ്വാസം. മുകുന്ദപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ കീഴേടമായ ശ്രീ കുമരം ചിറങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് കളമെഴുത്തും പാട്ടും ഭരണിയൂട്ടും. ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠയായ മുകുന്ദപുരത്തപ്പൻ സർവ്വജഗത്രയങ്ങൾക്കും സംരക്ഷകനായി, ചതുർബാഹിയായി, ശംഖ് ചക്ര ഗദാ പത്മധാരിയായി, ശാന്തസ്വരൂപനായി, പടിഞ്ഞാറോട്ടു ദർശനമായി ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു. ഉപദേവതകളായി ശാസ്താവ്, ഗണപതി, ഭഗവതി, രക്ഷസ് എന്നിവരുടെ പ്രതിഷ്ഠകളും ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു. മുകുന്ദപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് നാഴിയും പിടി. വിവാഹ തടസ്സം മാറുന്നതിനും സന്താനലബ്ധിക്കുമായാണ് പ്രധാനമായും നാഴിയും പിടിയും വഴിപാട് നടത്തുന്നത്. 11 വ്യാഴാഴ്ച അടുപ്പിച്ച് നാഴിയും പിടിയും വഴിപാട് നടത്തിയാൽ സന്താനലബ്ധി ഉണ്ടാകുമെന്നും വിവാഹ തടസ്സം മാറുമെന്നും അനുഭവസ്ഥരായ ഭക്തർ പറയുന്നുണ്ട്. നാഴിയും പിടിയും വഴിപാട് കൂടാതെ ത്രിമധുരം, പാൽപ്പായസം, വെണ്ണ, കദളിപ്പഴം എന്നീ വഴിപാടുകളും ക്ഷേത്രത്തിൽ നടത്തിപ്പോരുന്നു. ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ആണ്ടുവിശേഷമായ തിരുവുത്സവം വൃശ്ചിക മാസത്തിലെ തിരുവോണം നാളിൽ കൊടികയറി 6 ദിവസമായി ആഘോഷിക്കുന്നു. 6ാമത്തെ ദിവസം ക്ഷേത്രക്കുളത്തിലെ ആറാട്ടോടുകൂടി സമാപിക്കുന്നു. ദശാവതാരം ചന്ദനം ചാർത്തും ഭാഗവത സപ്താഹവും കർക്കിടക മാസത്തിലെ രാമായണ മാസാചരണവും പ്രതിഷ്ഠാദിനവും ഈ ക്ഷേത്രത്തിലെ മറ്റു വിശേഷപ്പെട്ട ആഘോഷങ്ങളാണ്. ക്ഷേത്രം തന്ത്രി കിടങ്ങാശ്ശേരി തരണനെല്ലൂർ ശ്രീ രാമൻ നമ്പൂതിരിപ്പാടും ക്ഷേത്രം മേൽശാന്തി ശ്രീ ബാലകൃഷ്ണ ഭട്ടും ഭഗവത് ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിനായി ക്ഷേത്രത്തിൽ നിലകൊള്ളുന്നു. നാട്ടിലെ നിസ്വാർത്ഥരായ ഭക്തജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഭരണസമിതിയാണ് ഇപ്പോൾ ക്ഷേത്രഭരണം നടത്തിപ്പോരുന്നത്. നിലവിൽ 2024 കാലഘട്ടത്തിൽ ശ്രീ TN പ്രകാശൻ, ശ്രീ സനേഷ് എന്നിവർ രക്ഷാധികാരികളായി പ്രവർത്തിക്കുന്ന ഭരണസമിതിയിൽ ശ്രീ MN ബാബു പ്രസിഡന്റായും, ശ്രീ വിശ്വേശ്വരൻ സെക്രട്ടറിയായും, ശ്രീ AB വിജയകുമാർ ഖജാൻജിയായും, ശ്രീ മോഹനൻ, ശ്രീ ശ്യാംകുമാർ, ശ്രീ സുരേഷ്, ശ്രീ രഞ്ജിത്ത്,
ശ്രീ ഷാജി, ശ്രീമതി അംബിക എന്നിവർ കമ്മിറ്റി അംഗങ്ങളായും നിസ്വാർത്ഥരായി പ്രവർത്തിച്ചു പോരുന്നു. നമസ്കാരം. ഞാൻ കുറ്റിശ്ശേരി മൂന്തൂരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര ക്ഷേമ സമിതിയുടെ ജനറൽ സെക്രട്ടറി. പേര് CK വിശ്വേശ്വരൻ. മൂന്തൂരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, പൗരാണിക കേരളത്തിലെ പടിഞ്ഞാറോട്ട് ദർശനമരളി ഇരിക്കുന്ന മഹാവിഷ്ണു, ശംഖ് ചക്ര ഗദാപത്മധാരി, ശാന്തസ്വരൂപൻ മഹാവിഷ്ണു. ഈ ക്ഷേത്രം ഏകദേശം 150 കൂടുതൽ വർഷങ്ങൾ പഴക്കമുണ്ടെന്ന് പൂർവികർ പറഞ്ഞുള്ള അറിവിൽ നിന്നും കിട്ടിയിരിക്കുന്നു. ഈ 2015 ഒക്ടോബറിൽ ക്ഷേത്രം അതിൻ്റെ ധ്വജപ്രതിഷ്ഠയ്ക്ക് ക്ഷതം സംഭവിച്ച് ചരിയുകയും അതോടനുബന്ധിച്ച് ധ്വജപ്രതിഷ്ഠ പുനർനിർമ്മാണം നടത്തുകയും ചെയ്തു. അതിനോടനുബന്ധിച്ച് തന്നെ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലും അതുപോലെ തന്നെ ചുറ്റമ്പലം, നടവഴി മുതലായവയെ നമ്മൾ പുനരുദ്ധാരണം നടത്തി ഏകദേശം 1 കോടിയിലധികം രൂപ ചെലവഴിച്ച ക്ഷേത്രം പുനരുദ്ധാരണം കഴിഞ്ഞ് 2020 ശുദ്ധികലശത്തോടു കൂടി ഉത്സവം നടത്തുകയുമുണ്ടായി. ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് നാഴിയും പിടിയും ആണ്. അത് വിവാഹ ലബ്ധിക്കും സന്താന സൗഭാഗ്യത്തിനും വേണ്ടി നടത്തുന്ന പ്രധാന വഴിപാടാണ്. ഒട്ടനവധി ഭക്തർ ഈ വഴിപാട് നടത്തി സായുജ്യം നേടി. ആ ഭക്തർ നമ്മളോട് തന്നെ ആ വിവരം ഇവിടെ വന്ന് ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഐതിഹ്യം, ഈ ക്ഷേത്രത്തിൻ്റെ ഊരാൺമ, അതിലെ ഒരു അന്തർജനത്തിന് കുട്ടികളില്ലാതിരുന്നപ്പോൾ തിരുമേനി അദ്ദേഹം അന്ന് നേർന്ന വഴിപാടാണ് 11 വ്യാഴാഴ്ചകളിൽ ഭഗവാന് നാഴിയും പിടിയും വഴിപാട് നടത്താം എന്ന്. അങ്ങനെ അദ്ദേഹം ആ വഴിപാട് നടത്തി അദ്ദേഹത്തിന് സന്താനമുണ്ടായി. അതിൽ പിന്നെയാണ് ഈ ക്ഷേത്രത്തിന് ഈ നാഴിയും പിടിയും വഴിപാട് ഇത്ര പ്രചാരമായത്. നാനാദേശത്തു നിന്നും ഭക്തജനങ്ങൾ ഇതറിഞ്ഞ് ഈ ക്ഷേത്രത്തിൽ വഴിപാട് നടത്തി വരുന്നു. ഇവിടുത്തെ പ്രധാന വിശേഷങ്ങൾ, വൃശ്ചികമാസത്തിലെ തിരുവോണം നാളിൽ കൊടിയേറി 6 ദിവസത്തെ ഉത്സവമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കീഴേടം ക്ഷേത്രം സർവ്വ ഐശ്വര്യഭിഷ്ടവരദായിനി ശാന്തസ്വരൂപിണി ദുർഗാദേവിയാണ്. അവിടെ ഭരണിയൂട്ട് വളരെ പ്രധാനമായി നടത്തുന്നു. ഒപ്പം തിരുവുത്സവത്തോടനുബന്ധിച്ച് 1 ദിവസം അയ്യപ്പൻ വിളക്ക് മഹോത്സവവും ദേവീക്ഷേത്ര സന്നിധിയിൽ നടത്തി വരുന്നു. അതുപോലെ തന്നെ വിഷുവിനോടനുബന്ധിച്ച് ദശാവതാരം ചന്ദ്രൻ ചാർത്ത്, കർക്കിടക മാസത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം, രാമായണ പാരായണം, പ്രതിഷ്ഠാദിനം വളരെ ഗംഭീരമായിട്ട് നമ്മൾ കൊണ്ടാടാറുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ ദൈനംദിന മാസവാർഷിക ആഘോഷങ്ങൾ സുമനസ്സുകളായ ഭക്തജനങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണങ്ങൾ കൊണ്ട് മാത്രം നടന്നു വരുന്നു. മറ്റ് ധനസ്രോതസ്സുകൾ ഒന്നും തന്നെ ഈ ക്ഷേത്രത്തിനില്ല. ക്ഷേത്രം നാട്ടുകാരുടെ ഭരണസമിതി, 2 രക്ഷാധികാരികൾ, ഇതിൻ്റെ ഊരാൺമക്കാരായുള്ള കുരുത്തിമന കിഴക്കും പടിഞ്ഞാറും, ആ 2 മനയിലും ഓരോരുത്തർ രക്ഷാധികാരികളായിട്ടും പ്രസിഡൻറ്റ്, സെക്രട്ടറി, ഖജാൻജി, 6 കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയ 11 അംഗ ഭരണസമിതിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഭരണം നടത്തിപ്പോരുന്നത്. നാട്ടുകാരുടെയും അതുപോലെ തന്നെ നമുക്കറിയാം, കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം കൊണ്ട് ലോക ഭൂപടത്തിൽ സ്ഥാനം പിടിച്ച നെടുമ്പാശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ 13ഉം 14ഉം വാർഡുകൾ സംഗമിക്കുന്ന ശാന്തസുന്ദരമായ തുരുത്തിശ്ശേരി ഗ്രാമം, ആ ഗ്രാമത്തിൻ്റെയും ഗ്രാമവാസികളുടെയും സർവ്വ ഐശ്വര്യങ്ങൾക്കും കാരണഭൂതരായി നിലകൊള്ളുന്ന മൂന്തപുരത്തപ്പനും കുമരഞ്ഞിറങ്ങര ഭഗവതിയും നാട്ടുകാരുടെയും മറ്റ് ദേശങ്ങളിൽ നിന്നുള്ള ഭക്തരുടെയും അകമഴിഞ്ഞ സാന്നിധ്യ സഹകരണം കൊണ്ട് വളരെ ഭംഗിയായി നടന്നു പോരുന്നു. നമസ്കാരം. നമ്മുടെ മൂന്തോരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ കീഴേടമായിട്ടാണ് കുമരഞ്ഞിറ ഭഗവതി ക്ഷേത്രം ഇരിക്കുന്നത്. അവിടെ ശാന്തസ്വരൂപിണിയായിട്ടുള്ള വനദേവത എന്നുള്ള രീതിയിലാണ് അതിൻ്റെ സങ്കല്പം.
പിന്നെ ഒറ്റപ്പീഠത്തിൽ തന്നെ ശിവൻ, ശാസ്താവ്, മറ്റേ ഭഗവതി തുടങ്ങിയവരിയ്ക്കുന്നത്. ഭഗവതിയാണ് പ്രാമുഖ്യം കൂടുതലുള്ളത്. ഭദ്രകാളിയുടെ ചൈതന്യം ഉണ്ടെന്ന് പറയപ്പെടുന്നവിടെ. ഇവിടെ നമ്മളിപ്പോൾ അടുത്തിടയ്ക്ക് തന്നെ ഒരു അഷ്ടമംഗല പ്രശ്നം കാര്യങ്ങളെല്ലാം മറ്റേ പത്മനാഭ ശർമ്മ എന്ന ആളായിട്ട് സംസാരിച്ച് വെച്ചിട്ടുണ്ട്. ഇദ്ദേഹം ഡേറ്റ് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ രൂപം തന്നെ മാറിപ്പോകും. ചിലപ്പോൾ അത് നാലമ്പലമൊക്കെ ആയിട്ട് വലിയ രൂപത്തിലേക്ക് ചേഞ്ച് ആകാൻ സാധ്യതയുണ്ട്. എന്താണെങ്കിലും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റും പുനരുദ്ധാരണം ഈ അഷ്ടമംഗല പ്രശ്നം കഴിഞ്ഞിട്ട് മതിയെന്നാണ് നമ്മുടെ തന്ത്രി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ ക്ഷേത്രത്തിൽ നമ്മൾ വർക്കുകളൊന്നും ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ ഈ ചിങ്ങമാസം കഴിഞ്ഞിട്ട് അദ്ദേഹം ഡേറ്റ് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഡേറ്റ് നോക്കിയിട്ടാണ് അഷ്ടമംഗല പ്രശ്നം തീരുമാനമായിട്ടത്. ശരിക്കും ഇവിടെ സ്വയംഭൂ എന്ന് പറയുന്നത് ആ ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിലെ ദേവിയാണ്. എല്ലാവരും ദേവിയെ തൊഴുതിന് ശേഷമാണ് ഇങ്ങോട്ട് വരിക. നമ്മുടെ മനസ്സിൽ എന്ത് കാര്യമുണ്ടെങ്കിലും ദേവിയെ പ്രാർത്ഥിച്ച് നടത്തി കഴിഞ്ഞാൽ നാടിൻ്റെ അമ്മ എന്നുള്ളൊരു സങ്കല്പമാണ്. അതുകൊണ്ട് എന്ത് തുടങ്ങുന്നതും അവിടെ നിന്നാണ്. അപ്പോൾ ആ ദേവിയുടെ പ്രാതിനിധ്യത്തോടെയാണ് രണ്ട് ക്ഷേത്രവും നിലവിലുള്ളത്. ആലുവ അങ്കമാലി റൂട്ടിൽ നാഷണൽ ഹൈവേയിൽ MAHS സ്കൂൾ ജംഗ്ഷനിൽ നിന്നും ഏകദേശം 700 മീറ്റർ ദൂരവും നെടുമ്പാശ്ശേരി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ഏകദേശം 3.5 കിലോമീറ്റർ ദൂരവുമാണ് ക്ഷേത്രത്തിലേക്കുള്ളത്. എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീ മുകുന്ദപുരത്തപ്പൻ്റെ അനുഗ്രഹം പ്രാപ്തമാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക.